Hi, good morning, students. Welcome to my class. Today we are going to study interference, which is basically a wave phenomenon. Interference കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. Wave optics, that is, wave optics means the study of light considering the light as a wave. ലൈറ്റ് വേവ് ആണെന്ന് സങ്കല്പിക്കുന്ന ഒരു ലൈറ്റ് പഠനത്തിനെയാണ് വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. പ്രധാനമായും മൂന്ന് വേവ് ഫിനോമിന ലൈക്ക് ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ ആണ് വേവ് ഒപ്റ്റിക്സിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് ഇൻ്റർഫറൻസ്. ഇൻ്റർഫറൻസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിനോമിന ഓഫ് എ വേവ്. ഒരു വേവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിനോമിന ആണ് ഇൻ്റർഫറൻസ്. സോ ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഇൻ്റർഫറൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂപ്പർ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കി. സൂപ്പർ പൊസിഷൻ മീൻസ് when two or more waves meet at a point, the resultant displacement is the vector sum of the individual displacements. That is what we call as superposition. Now, what is interference? So, interference means we can say the redistribution of intensity of light due to the superposition of coherent waves. So when two waves like having same amplitude and phase frequency meet at a point, the resultant of these two waves, that is a single wave, and that resultant of the wave sometimes is greater than that of individual wave, and sometimes it is lesser than that of the individual wave. So that is because of the interference. That is, we can say the intensity of the light is redistributed because of the superposition of waves. So the interference is basically the superposition of coherent waves that causing a redistribution of intensity, which means sometimes the intensity may increase, sometimes the intensity will be lesser than the individual intensity. സോ ഇവിടെ ഒന്നുകൂടെ പറയാം, അതായത് രണ്ട് കൊഹറൻറ്റ് വേവ്സ് ലൈറ്റ് വേവ്സ് എന്ന് പറയുമ്പോൾ അത് സെയിം ഫ്രീക്വൻസി, സെയിം ആംപ്ലിറ്റ്യൂഡുള്ള കൊഹറൻറ്റ് വേവ്സ് ആണെങ്കിൽ, അങ്ങനെയുള്ള രണ്ട് കൊഹറൻറ്റ് വേവ്സ് ഒരു പോയിന്റിൽ എത്തിച്ചേരുമ്പോൾ അവിടെ ഒരു പോയിന്റിലെ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ചില സമയത്ത് ഓരോ വേവിനേക്കാളും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കുറവായിരിക്കും. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ അത് റിസൾട്ടൻ്റ് വേവ് കൂടുതലായിരിക്കും. ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ റിസൾട്ടൻ്റ് വേവ് ഓരോ വേവിനേക്കാളും കുറവായിരിക്കും. സോ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് വെച്ചാൽ ഇവിടെ ഇൻ്റർഫറൻസിനെ നമ്മൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. ഇവിടെ രണ്ട് കൊഹറൻറ്റ് വേവ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് സ്ലിറ്റുകൾ എടുത്തിട്ടുണ്ട്. ആ സ്ലിറ്റുകളിൽ നിന്നും സമദൂരത്തിൽ ഒരു സോഴ്സ് വെച്ചിട്ടുണ്ട്. ഈ സ്ലിറ്റിൽ ഒരു ഒറ്റ വേവ് ഫ്രണ്ട് വന്ന് വീഴുമ്പോൾ അതിൽ നിന്നും രണ്ട് പുതിയ വേവ് ഫ്രണ്ട്സ് ഉണ്ടാകുന്നു. ഈ വേവ് ഫ്രണ്ടിൽ നിന്ന് വരുന്ന വേവ്സുകൾ തമ്മിൽ സൂപ്പർപോസ് ചെയ്യുകയും ആ സൂപ്പർപോസ് ചെയ്യുന്ന ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒരു സ്ക്രീനിൽ വന്ന് വീഴുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ എക്സ്പെരിമെൻറ്റിലൂടെ ഇൻ്റർഫറൻസ്, രണ്ട് തരത്തിലുള്ള ഇൻ്റർഫറൻസ് കാണാൻ സാധിക്കും. ഒരു പോയിന്റിൽ മാക്സിമം ഇൻറ്റൻസിറ്റി, ഒരു പോയിന്റിൽ മിനിമം ഇൻറ്റൻസിറ്റി, പിന്നെയും മാക്സിമം, മിനിമം, അങ്ങനെ നമുക്ക് ഈ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ബ്രൈറ്റ് ഫ്രിഞ്ചസ് കറസ്പോണ്ട്സ്, ഇതിൽ ബ്രൈറ്റ് ലൈറ്റ് കാണുന്ന ഫ്രിഞ്ചസിന് നമ്മൾക്ക് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഒക്കെ ചെയ്ത പോയിന്റുകളാണെന്ന് പറയും. അതുപോലെ ഡാർക്ക് ബാൻഡ്സ് കിട്ടുന്ന സ്ഥലങ്ങളെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് കിട്ടുന്ന സ്ഥലങ്ങളാണെന്ന് പറയാം. സോ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഒക്കർ ചെയ്യുന്നത് എപ്പോഴാണെന്ന് നോക്കാം. ബേസിക്കലി കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് രണ്ട് വേവ് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ആ രണ്ട് വേവിൻ്റെയും റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഓരോ വേവിനേക്കാളും കൂടുതൽ ആംപ്ലിറ്റ്യൂഡും ഇൻറ്റൻസിറ്റിയും ഉള്ളതായി മാറുന്നതിനെയാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയാം.
അതിനൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വേവും ഒരേ ഫേസിലായിരിക്കണമെന്നാണ്. അതായത് ഒരു വേവിന് ഒരു ക്രസ്റ്റും ട്രഫും ഉണ്ടല്ലോ. അപ്പോൾ ആ ക്രസ്റ്റും ട്രഫും ഒരേ ടൈമിൽ സംഭവിക്കുന്നതിനാണ് സെയിം ഫേസ് എന്ന് പറയുക. So when the two coherent waves that are superposing having the same phase, then they are said to be they will be producing constructive interference. As a result, you will get a bright fringe. So you can see here these two waves, the waves from the two holes reach at a point at a constructive interference. That means the waves reaching at this point are in phase because the path difference. So what is the condition? Either they should travel the same distance, or they should travel a distance such that the difference in path traveled by these two waves should be an integral multiple of a length of a wave. അപ്പോൾ ഒന്നെങ്കിൽ ഈ രണ്ട് വേവും സമദൂരം സഞ്ചരിക്കുന്ന സെൻറ്റർ പോയിന്റിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം അവർ ഫേസിലായിരിക്കും. കാരണം ഒരേ ദൂരം സഞ്ചരിച്ചുകൊണ്ട് ഒരേ സമയത്ത് തന്നെ ക്രസ്റ്റും ട്രഫും സംഭവിക്കും. ഇനി അതല്ലെങ്കിൽ വേറൊരു പോയിന്റാണ് എടുക്കുന്നതെങ്കിൽ ആ പോയിന്റിൽ എത്തുന്ന വേവ് ഒന്നെങ്കിൽ എങ്ങനെയും സംഭവിക്കാം. രണ്ട് വേവുകൾ സഞ്ചരിച്ച ദൂരത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ആ വ്യത്യാസം ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വൺ വേവ് ലെങ്ത്, ഒരു വേവ് ലെങ്ത്തിൻ്റെ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കാം. അങ്ങനെയാണെങ്കിലും ഇവിടെ ഈ പോയിന്റ് ബ്രൈറ്റ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസ് സംഭവിക്കാം. So the condition is one, either the distance traveled by the two waves should be equal, or the path difference or the difference in the distance traveled by the two waves is integral multiple of a wavelength. Okay. So second case is a destructive interference. So what is a destructive interference? ഡിസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസിൻ്റെ കേസ് എന്ന് വെച്ചാൽ എന്തായാലും രണ്ട് വേവും ഒരു പോയിന്റിൽ എത്തുകയും ആ രണ്ട് വേവും എത്തുന്ന ദൂരം സമമാവുകയും ചെയ്താൽ ഒരിക്കലും അവിടെ ഡിസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസ് എത്തുകയില്ല. മറിച്ച് ആ ഡിസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസ് എത്തണമെങ്കിൽ രണ്ട് വേവും സഞ്ചരിച്ച ദൂരത്തിൻ്റെ വ്യത്യാസത്തിൽ എന്ന് പറയുന്നത് ഹാഫ് വേവ് ലെങ്ത്, ഒരു വേവ് ലെങ്തിൻ്റെ പകുതി ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു വേവിൻ്റെ ക്രസ്റ്റ് എത്തുന്ന സ്ഥലത്ത് മറ്റേ വേവിൻ്റെ ട്രഫ് എത്തും. അങ്ങനെ ആകുമ്പോൾ ഈ രണ്ട് വേവിൻ്റെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ്, റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് പ്ലസും മൈനസും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ഇറ്റ് വിൽ ബി ലെസ്സർ the result because it is in the vector addition. So the resultant will be the lesser of the two waves, which will cause a decrease in the amplitude and intensity. So destructive interference ഒരു പോയിന്റിൽ occur ആണെങ്കിൽ by the two waves combine because the lower waves fall one half a wavelength behind the upper wave. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു പോയിന്റിൽ ഡാർക്ക് ഫ്രിഞ്ച് സംഭവിക്കും. ഇതാണ് ഒരു ഡിസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസ് നടക്കുമ്പോൾ സംഭവിക്കുന്നത്. So the condition is that is for destructive interference the path difference between the two waves should be half the wavelength or an odd multiple of half the wavelength, because even multiple of half wavelength ആകുമ്പോൾ അത് it will be equal to an full wavelength integral, because if you take the even number into half will be the same as integer number. So it will be the condition of constructive interference. So we can say that it should be an odd multiple of half wavelength. So that means 2n plus 1 is an odd number, lambda by 2 is the half wavelength. So if the path difference between the two waves reaching a point is an odd multiple of lambda by 2, then that point will be a destructive interference or a dark fringe. So this is the condition for producing dark fringe and bright fringes. And the conditions for interference takes place will be the number one, it should be coherent waves. The sources of waves should be coherent. What does it mean? It means the phase difference or the phase should be same or constant with respect to each other, and the source should be monochromatic. That means the wavelength should be the same. That means if it is a red color, it should be all the two waves superposing will be the red, then only interference will take place. A red color and violet color cannot
undergo interference even if they have the same amplitude and phase. So the condition is that they should have same phase or phase difference. They should have the same wavelength in order to undergo interference. സോ ഇഫ് ദ ഇൻഡിഫറൻസ് നടക്കണമെങ്കിൽ രണ്ട് കണ്ടീഷനാണ് വേണ്ടത്. ഒന്ന്, ഈ രണ്ട് വേവുകൾ തമ്മിലുള്ള ഫേസ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ആയിരിക്കണം. അതല്ലെങ്കിൽ വേവ് ലെങ്ത് സെയിം ആയിരിക്കണം. സോ എങ്ങനെയാണ് കൊഹറൻറ്റ് സോഴ്സസ് ഉണ്ടാക്കുന്നത്? ലൈറ്റ് ഫ്രം എ മോണോക്രോമാറ്റിക് സോഴ്സ് ഇസ് യൂസ്ഡ് ടു ഇലുമിനേറ്റ് എ ബാരിയർ, and the barrier contains two openings. The openings are usually in the shape of slits. The light emerging from the two slits is coherent since a single source produces the original light beam. സാധാരണ കൊഹറൻറ്റ് സോഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരൊറ്റ ലൈറ്റ് സോഴ്സിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്യു ദൂരത്തിലുള്ള ഒരു ബാരിയർ, ഒരു ഷീറ്റിൽ രണ്ട് സ്ലിറ്റ് ഉണ്ടാക്കുകയും ആ രണ്ട് സ്ലിറ്റ് ഈ സോഴ്സിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻ്റ് ആയിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇവിടെ കൊഹറൻറ്റ് സോഴ്സസ് ഉണ്ടാക്കുന്നത്. So this is what about the interference and the two types of interference. So what is interference? As a result of superposition, there is this intensity at some points become high and some points become lower, and that is due to the redistribution. That means the intensity at a point is shifted to some other points, and this is what interference takes place. For interference to take place, the two conditions are the waves which is interfering should be coherent and they should be monochromatic. So that is what the today's class. ഇന്ന് ഇൻഡഫറൻസ് എന്താണ്, ഇൻഡഫറൻസിൻ്റെ രണ്ട് ടൈപ്സ് എന്താണ്, ആ രണ്ടിൻ്റെ കണ്ടീഷൻ എന്താണ്. once again, the condition for constructive interference is the path difference of the two waves reaching the point should be integral multiple of wavelength, and the condition for destructive interference is the path difference of the two waves should be an odd multiple of lambda by 2. So by this we come to the end of this class.